ആനക്കൊമ്പ് സൂക്ഷിക്കുന്നതിന് മോഹൻലാലിന് ഉടമസ്ഥാവകാശം നൽകിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉത്തരവ് നിലനിൽക്കില്ലെന്ന് കോടതി. ആവശ്യമെങ്കിൽ സർക്കാരിന് വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നും കോടതി. വിവരങ്ങളുമായി സലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സലി, നേരത്തെ തന്നെ വലിയ വിവാദമായ വിഷയമാണിത്. ഇത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു തീർപ്പിലേക്ക് അല്ലെങ്കിൽ ശക്തമായ ഇടപെടലിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? 2011 നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പുകൾ പിടികൂടിയ സംഭവമാണിത്. അതിൽ വനം വകുപ്പ് അന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. പിന്നീട് ഒരു പ്രത്യേക ഉത്തരവിലൂടെ സർക്കാർ ഈ കേസെല്ലാം റദ്ദാക്കി പിൻവലിച്ചുകൊണ്ട് മോഹൻലാലിന് ആനക്കൊമ്പിൽ ഉടമസ്ഥാവകാശം പതിച്ചു നൽകി. അതിനെതിരെ പക്ഷേ ഒരാൾ പെരുമ്പാവൂർ കോടതിയിൽ പോയി. പെരുമ്പാവൂർ കോടതി ആ ഉടമസ്ഥാവകാശം നൽകിയ ഉത്തരവ് റദ്ദാക്കി മോഹൻലാലിനെ പ്രതിയാക്കി വിചാരണ നേരിടണം എന്ന് വിധിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെയുള്ള ഒരു കേസാണെന്ന്, ഹർജിയാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ വന്ന് അതിൽ ഓർഡർ പറഞ്ഞത്. കോടതി പറയുന്നത് ഈ മോഹൻലാലിന് ഈ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അത് റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ടെക്നിക്കലാണ്, സാങ്കേതികമാണ് ആ കാരണം. അതായത് കോടതി പറഞ്ഞത് അങ്ങനെ ഒരു പ്രത്യേക ഉത്തരവിലൂടെ ഒരാൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥാവകാശം നൽകാനാവില്ല. അതിന് പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ്. ഇനി സർക്കാരിന് അത് പതിച്ചു നൽകണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രത്യേക വിജ്ഞാപനം നിയമാനുസൃതമായി പുറപ്പെടുവിച്ച് മാത്രമേ നൽകാൻ കഴിയൂ. അതായത് ഇപ്പോൾ സർക്കാർ നിലനിൽക്കുന്ന സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കി ഇനി സർക്കാർ വേണമെങ്കിൽ പുതിയ വിജ്ഞാപനം മാത്രമായി ഇറക്കി ആ കേസ് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് കോടതി പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. അതായത് പക്ഷെ അങ്ങനെ ഒരു വിജ്ഞാപനം സാധ്യമാണോ? അങ്ങനെ ഒരു വിജ്ഞാപനം പൊതുവിൽ ഇറക്കുമ്പോൾ സ്വാഭാവികമായും ഈ വന്യജീവി സമ്പത്ത് സംരക്ഷിക്കുക എന്ന കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ വിജ്ഞാപനം അങ്ങനെ പുറപ്പെടുവിക്കാനാകുമോ? അത് നിലനിൽക്കുന്ന വനം വന്യജീവി ആക്ട് അനുസരിച്ച്, നിയമം അനുസരിച്ച് സർക്കാർ പരിശോധിച്ചിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഉത്തരവ് നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരേ സമയം മോഹൻലാലിന് തിരിച്ചടിയും എന്നാൽ മോഹൻലാലിന് ആശ്വാസവുമാണ് ഇന്നത്തെ ഉത്തരവ് എന്ന് തന്നെ പറയാം. സർക്കാരിന്റെ ഉത്തരവ് സാങ്കേതിക അർത്ഥത്തിലാണ് ഈ റദ്ദാക്കി എന്നത് പറയാനാകുന്നത് അല്ലേ? തീർച്ചയായും റദ്ദാക്കി എന്നുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മോഹൻലാലിന് ഇതിന്റെ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ കോടതി ആ ഉത്തരവിൽ തന്നെ പറയുന്നു സർക്കാരിന് വേണമെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാം. പക്ഷെ കോടതി ഇതിന്റെ ഒരു കൂടുതൽ മെറിറ്റിലേക്കോ വിശദാംശങ്ങളിലേക്കോ ഒന്നും കടന്നില്ല. കാരണം ഈ പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരെ മോഹൻലാൽ നൽകിയ അപ്പീൽ ഹർജി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ കേസിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഇതിന്റെ മെറിറ്റിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും കടക്കുന്നില്ല എന്ന് തന്നെ കോടതി പറയുന്നുണ്ട്. കോടതി ഇതിന്റെ ടെക്നിക്കൽ വശമാണ് പറഞ്ഞത്. ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്. സർക്കാരിന് വേണമെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാം. വിജ്ഞാപനം കാര്യം മറ്റാരെങ്കിലും കോടതി പോയി ചോദ്യം ചെയ്യാവുന്നതായിരിക്കും. അത് നിയമപരമാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്.